ഹായ്, നമസ്കാരം. വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. ദൈവത്തിനെ വിളിക്കണമല്ലോ, കാരണം അത്രക്ക് നല്ലൊരു സിറ്റുവേഷനാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ദൈവങ്ങളുടെ സഹായം തേടേണ്ട കാര്യങ്ങളിലേക്ക് എത്തി. കാരണം ചില അവിഹിത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് ഇല്ലേ? അത്രത്തേക്ക് നമ്മളൊരു പെൺകുട്ടി വേദനിപ്പിച്ചു. നമ്മൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടു. ഒരു ക്ലൂ തരാമോ? ആ ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അപ്പൊ നമ്മളൊരു ഷോർട്ട് ഫിലിം എടുത്ത്, അത് നരിയേട്ടന്റെ പെണ്ണ് നാൻസി. അതിനുശേഷം ആ പെണ്ണ് നമ്മളോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവര് പറയേണ്ടതിൽ പോയി എന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു, എന്നൊക്കെ പറഞ്ഞു, പീഡിപ്പിച്ചു എന്ന നിലയിലൊക്കെ ആയി വന്നു. കാമഡി ചെല്ല് എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ. ഒരു 23 വയസ്സുകാരന് പീഡന കേസ് വരുത്തി. എന്നെ കൊടുക്കാനുള്ള ട്രിക്കാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇത്രയും സൈലന്റ് പറഞ്ഞു. എന്താണ് ഗായ്സ് ഈ കാണുന്നത്? പച്ചക്കള്ളങ്ങൾ. അവൾ എന്നെ പ്രലോഭനത്തിൽപ്പെടുത്താൻ നോക്കി. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? പിന്നെ എന്നോട് പറഞ്ഞു കൊടൈക്കനാലിൽ മുറിയെടുക്കാന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിക്കണം, എനിക്ക് ഇഷ്ടമാണ് തന്നെ, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അഹങ്കാരം പറയല്ലോ. ഓ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. തെറ്റല്ലേ? 40 വയസ്സുള്ള ചേച്ചി എന്നെ ആഗ്രഹിക്കുന്നതിന്റെ തെറ്റ്. അയ്യോ, അതെന്ത് പറ്റി? ഓ, അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. കേസെടുക്കും. അപ്പൊ എനിക്ക് പറയാനുള്ള, ജനങ്ങളോട് പറയാനുള്ള, ഞാൻ നിരപരാധിയാണ്. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. പിന്നെ ആറാട്ടണ്ണൻ ഇന്നലെ വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കെതിരെ വാർത്ത വന്നപ്പോ പുള്ളി എന്നെ ചതിച്ചു. ഞാൻ പോണേണ്, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്. ലൈവ് ഇട്ടു. പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ ഞാൻ ശാരീരിക ബന്ധത്തിൽ സെക്ഷൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് പറയാനുള്ളത്, എന്നെ ഒരു ജനപ്രിയ നായകനാക്കരുത്. പേടിയില്ലായ്മ വിവരക്കേടാ, പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ കോമഡിയും മിമിക്സും കാട്ടി ജീവിച്ചു പോകുന്ന ഒരു കലാകാരനായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നെഗറ്റീവ് കമന്റ്സുകൾ വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിയത്. അത് ശരിയാ. എന്നോട് അസൂയ തോന്നേണ്ട കാര്യം എന്താണ്? ആദരിക്കുക. നിങ്ങൾ കണ്ട സോഷ്യൽ മീഡിയയിൽ കാണുകയല്ലേ എന്നെ ജനങ്ങൾ ആദരിക്കുന്നത്. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. അങ്ങനെ ചെറിയ കലാകാരനായി പോണല്ലേ, എന്തിനാണ് ആ പെണ്ണെന്നെ ചതിച്ചത്? സെന്റിമെന്റ്സ് വേണ്ട, ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. എത്ര ആണുങ്ങളുണ്ട് ലോകത്ത്, അവരുടെ പുറകെ പോയാർന്ന അവള് റിയ എന്ന് പറഞ്ഞ ചേച്ചി പലപ്പോഴും എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഐ ലവ് യു എന്ന് അബദ്ധത്തെ പറഞ്ഞു പോയി. ചില നേരത്തെ ഇവന്റെ വിടല് കേട്ടാണ്ടല്ലോ. ഇന്നലെ തന്നെ ഇവനൊരു ആമയെ കണ്ടു. എടാ, ആമ എത്ര ഉണ്ടായിരുന്നു? ശരിക്കും ആമ എത്ര ഉണ്ടായിരുന്നു? പോയിട്ടുണ്ടാവും, വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം. ഞാൻ മലം പൊട്ടി നിൽക്കുന്ന ആനയാണ്. ആരും വിശ്വസിക്കരുത്. ഞാനിത് ഗ്ലിസറിൻ തേച്ച് കരയുന്നതല്ല, റിയൽ ആയിട്ട് കരയുകയാണ്.